മക്കളെ, അപ്പോൾ നമ്മുടെ DNA റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റീസും അതേപോലെ തന്നെ നമ്മുടെ DNA എങ്ങനെ വരയ്ക്കാം എന്നുള്ളതുമാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ DNA റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ എന്താണ്? DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. 2 സ്ട്രാൻഡുകളുള്ള ഒരു മോളിക്യൂളാണ്. ആൻഡ് അതേപോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. അതെന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ DNAയുടെ അകത്ത് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഒരു ഷുഗറാണ്. റൈബോസ് ഷുഗറിൽ ഒരു ഓക്സിജന്റെ കുറവുണ്ട്. പക്ഷേ RNAയിൽ ആ ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസി ഇല്ല. അതുകൊണ്ട് റൈബോസ് ഷുഗറാണ്. പിന്നെ നമ്മൾ DNA നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള നൈട്രോജൻ ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ആണെങ്കിൽ RNAയിൽ തൈമിന് പകരം യുറാസിലാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു ബോണ്ടിങ്ങിന്റെ കാര്യം കൂടി പറയാനുള്ളത്. DNAയുടെ സ്ട്രക്ചറിൽ മിസ് പറഞ്ഞുതരാം. ഇനി നമ്മുടെ DNAനെ കണ്ടുപിടിച്ചത് ആരാണ്? DNAയുടെ ഒരു സ്ട്രക്ചർ, അതായത് ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ വാട്സണും ക്രിക്കും. ഓക്കെ, വാട്സണും ക്രിക്കിനും ഈ ഒരു സ്ട്രക്ചർ കൺഫേം ചെയ്യാൻ സഹായിച്ചത് നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിന്റെ ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ DNAയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? DNAയുടെ ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ പറയുക ന്യൂക്ലിയോടൈഡ്. ഇത് എക്സാമിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ ഭാഗങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബേസ് ഉണ്ട്. ബേസ് നൈട്രോജൻ ബേസ് ആണ്. നൈട്രോജൻ ബേസ്. പിന്നെ നമുക്കിവിടെ ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. ഇതിൽ ഓരോരുത്തരുടെ നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളിന്റെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് തൊട്ടടുത്തുള്ള ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം DNA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ യൂണിറ്റിലെ മക്കളെ, ഈ ഒരു സിംഗിൾ യൂണിറ്റിന്റെ കുറേ റിപ്പീറ്റേഷൻ ആണ് നമ്മളുടെ DNA. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് ഒരു DNAയുടെ ഒരു ന്യൂക്ലിയോടൈഡ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കിവിടെ എന്തുണ്ടാകും? നമുക്ക് കുറേ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ മിസ് രണ്ടാമതൊരു ന്യൂക്ലിയോടൈഡ് വരച്ചു. ഇനി ഇതേ നമുക്ക് വേറെ ഒന്നൊരു ന്യൂക്ലിയോടൈഡിന്റെ സെറ്റ് കൂടെ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ എത്രയായി? 4 ന്യൂക്ലിയോടൈഡുകളായി അല്ലേ? അപ്പോൾ ഈ ഓരോ ന്യൂക്ലിയോടൈഡിലുമുള്ള നൈട്രോജൻ ബേസുകൾ വേറെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അഡിനിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്വാനിൻ ആയിരിക്കും, ഇവിടെ സൈറ്റോസിൻ ആവാം, തൈമിൻ ആവാം. അതായത് ഇവർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡുകൾ ഇപ്പോഴും കണ്ടോ, ഇവർ ഓരോ ന്യൂക്ലിയോടൈഡുകളും ഇൻഡിവിജ്വൽ ന്യൂക്ലിയോടൈഡുകളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളിന്റെ കൂടെ പങ്കാളിത്തത്തോട് നടക്കുന്ന ഒരു ബോണ്ടിങ് ആണ്. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ തൊട്ട് മുകളിലുള്ള നമ്മുടെ ഷുഗർ മോളിക്യൂളുമായിട്ട് ഒരു കണക്ഷൻ, ഒരു ബോണ്ട് ഫോം ചെയ്യും, ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. ഇതാ ഇവിടെയും അതേപോലെ ഒരു എസ്റ്റർ ബോണ്ട്. അപ്പം നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ന്യൂക്ലിയോടൈഡുകളെ, അഡ്ജസന്റ് ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ നമുക്ക് ഒരു സ്ട്രാൻഡായി. അതിലൊരു സ്ട്രാൻഡിൽ തന്നെ ഇതാണ് നമ്മൾ ഒരു ഇഴ അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഒരു സ്ട്രാൻഡ് അല്ലെങ്കിൽ ഒരു ഇഴയുടെ അകത്ത് ഒരു നമ്മുടെ ഷുഗറും ഉണ്ടാകും, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും ഉണ്ടാകും. അതിന് നടുവിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്മളുടെ റങ്സ് അല്ലെങ്കിൽ പടികളാണ് നൈട്രോജൻ ബേസുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ മറ്റൊരു ഭാഗം കൂടി വേണ്ടേ? ഈ മറ്റൊരു ഭാഗം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തലകുത്തനെ വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് തലകുത്തനെ എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റാ മിസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് മിസ് വരയ്ക്കാനുള്ള എളുപ്പത്തിന് മിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതേ കളർ തന്നെ എടുക്കാം. യെസ്, അപ്പോൾ മിസ് ആദ്യം ഷുഗർ വരച്ചു. ഓക്കെ, ആൻഡ് ഇവിടെയാണ് നമ്മുടെ അതിനെ കുറച്ച് ദൂരേക്ക് വരയ്ക്കട്ടെ മിസ്. ഓക്കെ, റെഡി. ഇനി നമ്മളുടെ ആളെ വരയ്ക്കും. ഓക്കെ ആയില്ലേ? അതായത് തല കുത്തനെയാണ് ഇത് വരയ്ക്കേണ്ടത്. മിസ് തല കുത്താൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചു വെച്ചതാണ്. ഇനി ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടാവുക. ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താ? തൊട്ടടുത്തുള്ള ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യണം.
റെഡി. ഇനി നമുക്ക് ആകെ ഫില്ല് ചെയ്യാനുള്ളത് നമ്മുടെ നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ നൈട്രജൻ ബേസിന്റെ ഫില്ലിംഗ് നോക്കുമ്പോൾ എന്താണ്? എഡിനിൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് വിത്ത് തൈമിൻ ആണ്. ഗ്വാനിൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വിത്ത് സൈറ്റോസിൻ ആണ്. സൈറ്റോസിൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വിത്ത് ഗ്വാനിൻ ആൻഡ് തൈമിൻ ആണ് ഡബിൾ ബോണ്ട് വിത്ത് എഡിനിൻ. അതായത് എഡിനിൻ എപ്പോഴും തൈമിൻ്റെ കൂടെ ആയിരിക്കും ബോണ്ടിങ് ഫോം ചെയ്യുക, തിരിച്ച് തൈമിൻ എപ്പോഴും എഡിനിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷെ ഇവരുടെ ബോണ്ടിങ് എങ്ങനെയാണ്? ഡബിൾ ബോണ്ടാണ്. അതേപോലെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിൻ്റെ കൂടെ ആയിരിക്കും, സൈറ്റോസിൻ തിരിച്ച് ഗ്വാനിൻ്റെ കൂടെ, പക്ഷെ ഇവരുടെ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. റെഡി. അപ്പോൾ അതോട് കൂടിയിട്ട് എന്തായിട്ടുണ്ട്? നമ്മുടെ DNA സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ DNA എങ്ങനെയാണ് നമ്മുടെ സെല്ലിൻ്റെ അകത്ത്, ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമസോമുകളായിട്ടാണ്. അപ്പോൾ ഈ ക്രോമസോം ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് DNAക്ക് ഒറ്റയ്ക്ക് പോരാ, നമുക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ സഹായം കൂടെ വേണം. അപ്പോൾ നമ്മുടെ DNA എന്ത് ചെയ്യും? നമ്മുടെ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ കൂടെ ചേർന്നിട്ടാണ് ക്രോമസോം ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് മുമ്പ് പല പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻ ഒറ്റയ്ക്കല്ല, എങ്ങനെയാണ്? ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ കൂടെ 8 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്നപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായി. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മുകളിലായിട്ട് നമ്മുടെ DNA ഒരു ചുറ്റിൽ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമിന്റെ കോയിലിംഗ് ആൻഡ് റീകോയിലിംഗ് ആണ് നമ്മുടെ ക്രോമസോം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളത് കോയിൽ ചെയ്ത് ചുരുട്ടി 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 ആ ചുരുട്ടിയ സാധനത്തിനെ വീണ്ടും ചുരുട്ടി 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 ആരുണ്ടായി? നമ്മുടെ ക്രോമസോം ഉണ്ടായി. ഈ ക്രോമസോമിന് സെന്ററിൽ കാണുന്ന ഈ ഒരു കട്ടി കൂടിയ ഈ കൺസ്ട്രക്ഷനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മളുടെ ക്രോമസോമിൻ്റെ ഇവിടെ ഇങ്ങനെ 2 ആംസ് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോമാറ്റിഡ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതൊക്കെ ലേബൽ ചെയ്യാനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ DNA സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയാം. ഈ ഒരു ന്യൂക്ലിയോടൈഡ് ചോദിക്കാം, ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാം, നൈട്രജൻ ബേസുകളുടെ പെയറിംഗ് ചോദിക്കാം, അതേപോലെ തന്നെ DNA RNA കമ്പാരിസൺ ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് എൻ്റെ കുട്ടികൾക്ക് ഒരൊറ്റ വീഡിയോയിലൂടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.